കാറ്റാടി കമ്പനി സ്വന്തമാക്കിയ കോട്ടത്തറ വില്ലേജിൽ സന്ദർശനം നടത്തിയ UDF സംഘം നിരവധി ആദിവാസികളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചു. അവ പരിശോധിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തട്ടിപ്പിന് വനം, റവന്യൂ, രജിസ്ട്രേഷൻ, പിന്നോക്കക്ഷേമം എന്നീ വകുപ്പുകളുടെ പിന്തുണയുണ്ടെന്നും ആരോപിച്ചു. അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ചില ആളുകളുടെ കൂടി സമ്പൂർണ്ണ മനസ്സറിവോടുകൂടി കേരളം കണ്ടതിലെ ഏറ്റവും വലിയ ആദിവാസി തട്ടിപ്പ് ഇവിടെ നടന്നിരിക്കുന്നു എന്നാണ് ഈ കമ്മിറ്റിക്ക് പൊതുവായി ബോധ്യപ്പെട്ടിട്ടുള്ളത്. 2006 ജനുവരിക്ക് ശേഷം ആദിവാസി ഭൂമി വിൽക്കരുതെന്ന നിയമം കാറ്റിൽ പറത്തി വനം വകുപ്പ് രജിസ്ട്രേഷന് NOC നൽകി. 2009 വരെ ആദിവാസി ഭൂമി രജിസ്റ്റർ ചെയ്യാൻ രജിസ്ട്രേഷൻ വകുപ്പ് കൂട്ടുനിന്നു. റവന്യൂ വകുപ്പ് വ്യാജരേഖയുണ്ടാക്കിയെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അതുകൊണ്ട് എല്ലാ വ്യാജ ആധാരങ്ങളും റദ്ദാക്കണം. 24 മണിക്കൂറിനകം നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടെ വ്യാജമായി ചെയ്തിട്ടുള്ള ഈ ആധാരങ്ങൾ ഗവൺമെന്റ് അധികാരമുണ്ട്. ആ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങൾ റദ്ദാക്കുന്നതിന് വേണ്ടി 24 മണിക്കൂറിനകം ഗവൺമെന്റ് നടപടിയെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആദിവാസി ഭൂമി സംരക്ഷണത്തിന് പുതിയ നിയമം നിർമ്മിക്കണമെന്നും ഇക്കാര്യം അടുത്ത നിയമസഭയുടെ പരിഗണനയിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ വിഷൻ, പാലക്കാട്.